ഹാൻസ്, എന്തായാലും ഈ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം മന്ത്രിമാരെല്ലാവരും അവരവരുടെ വാഹനത്തിൽ ഇപ്പോൾ ലോക് ഭവനിലേക്ക് എത്തും. ആ കാഴ്ചയാണ് ഇനി എല്ലാവരും നമ്മൾ കാണാനായി ഉറ്റുനോക്കുന്നതും. അപ്പോൾ ലോക് ഭവനിൽ ഈ ഒരു ചായ സൽക്കാരത്തിനായി മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെ അടക്കമുള്ള ആളുകളെ സ്വീകരിക്കുവാനായി എത്രമാത്രം ഒരുക്കത്തിലാണ്, എത്രമാത്രം വിപുലീകരിച്ചുള്ള ഒരുക്കങ്ങളാണ് അവിടെ ഉള്ളത്? സ്വാതി, അല്പസമയത്തിനകം ഗവർണറും ബാക്കി മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് ലോക് ഭവനിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്ന് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. ഗവർണറുടെ വാഹന വ്യൂഹത്തിൻ്റെ റൂട്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഗവർണറുടെ ഉദ്യോഗസ്ഥർക്ക്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഗവർണർ ലോക് ഭവനിലേക്ക് എത്തും. പരമാവധി ഒരു 10 മിനിറ്റിനകം ലോക് ഭവനിലേക്ക് ഗവർണർ എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ 11:45 മുൻപ് ആദ്യം തന്നെ ഗവർണറായിരിക്കും ലോക് ഭവനിലേക്ക് എത്തുക. അതിന് പിന്നാലെ ആയിരിക്കും മറ്റു മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റു മന്ത്രിമാർ എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഗവർണർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള റൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവർണർ ആദ്യം പോകും. അതിനുവേണ്ടിയുള്ള ഈ മന്ത്രിമാർക്കടക്കം ചായ സൽക്കാരം നൽകേണ്ടതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ലോക് ഭവനിൽ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണർ ആദ്യം ചെല്ലും. അതിനുശേഷം മുഖ്യമന്ത്രിയായിരിക്കും ആദ്യം എത്തുക, വി ഡി സതീശനായിരിക്കും ആദ്യം എത്തുക. അദ്ദേഹത്തെ ഗവർണർ സ്വീകരിക്കും. ശേഷം ഇതിന് പുറകെ മറ്റു മന്ത്രിമാരും എത്തും. 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരും ഇന്നത്തെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കും. ആ പരിപാടി പരമാവധി ഒരു 10 മിനിറ്റ് നീളാനുള്ള സാധ്യത മാത്രമാണുള്ളത്. അവിടെ വെച്ച് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും മന്ത്രിമാരടങ്ങുന്ന സംഘം പുറത്തേക്ക് വരിക. അതിനുശേഷം അവർ സെക്രട്ടേറിയറ്റിലേക്ക് പോകും. സെക്രട്ടേറിയറ്റിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ക്യാബിനറ്റ് ചേരും. അതിൽ സുപ്രധാനമായിട്ടുള്ള നിരവധി തീരുമാനങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 12 മണിയോടുകൂടി, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 12 മണിയോടുകൂടി തന്നെ ഈ ചായ സൽക്കാരം പൂർത്തീകരിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാരടങ്ങുന്ന സംഘം എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം 12 മണിക്ക് ശേഷം ആദ്യത്തെ ക്യാബിനറ്റ് യോഗം ചേരും. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതിനുശേഷം ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള വി ഡി സതീശൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ക്യാബിനറ്റിൽ ഇത്തവണ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ രാവിലെ രമേശ് ചെന്നിത്തലയോട്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴേ ക്യാബിനറ്റിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ പറയേണ്ട, അതിനുശേഷം ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയാം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു സർപ്രൈസ് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ക്യാബിനറ്റിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങൾ എന്നുള്ളത് അറിയണം. അതിനോടൊപ്പം തന്നെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട്, മന്ത്രിമാരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചെറിയ അനിശ്ചിതത്വമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ചിലവർക്കൊക്കെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നപ്പോൾ ചില വകുപ്പുകൾ ചില മന്ത്രിമാർക്ക് താല്പര്യമില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം ഉച്ചയോടുകൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ആരൊക്കെയാണ് ഏതൊക്കെ വകുപ്പിലേക്ക് പോകും എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. അതിനുശേഷമായിരിക്കും ഈ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനം ഉണ്ടാകുകയും അതിനുശേഷം ക്യാബിനറ്റിലടക്കം തീരുമാനിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയുകയും ഇനി അങ്ങോട്ടുള്ള വി ഡി സതീശൻ മന്ത്രിസഭയുടെ തുടർ നടപടികൾ, തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുക. എന്തായാലും ഗവർണർ ഇപ്പോൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ലോക് ഭവനിലേക്ക് എത്തും. അതിനുശേഷം ചായ സൽക്കാരം ആരംഭിക്കുകയും ചെയ്യും. സ്വാതി. ശരി ഹാൻസ്, എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗവർണർ ലോക് ഭവനിലേക്ക് എത്തും. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തും. ഗവർണറുടെ വസതിയിലാണ് ചായ സൽക്കാരം. 10 മിനിറ്റ് നീളുന്ന ചായ സൽക്കാരത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിൽ പോകും. ആദ്യ ക്യാബിനറ്റ് യോഗം സെക്രട്ടേറിയറ്റിൽ ചേരും. അതിന് പിന്നാലെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. മന്ത്രിസഭയിൽ ചേർന്ന് കൂടിയാലോചിച്ച തീരുമാനങ്ങളിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശനും മറ്റ് 20 മന്ത്രിമാരും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു പതിറ്റാണ്ടിന് ശേഷം കേരളത്തിൽ UDF മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുന്നു. ഇന്ന് ഈ ഒരു മന്ത്രിസഭാ യോഗം ചേരുന്നതിന്റെ ആദ്യ ദിവസമാണ്. അതിന് മുന്നോടിയായി അല്പസമയത്തിനകം തന്നെ ഗവർണറുടെ വസതിയിൽ ചായ സൽക്കാരം ഉണ്ടാകും. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് അതാണ്. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ലോക് ഭവനിൽ പൂർത്തിയായിട്ടുണ്ട്.